ഹലോ, ഇത് ഞാനേ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക്, അതായത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ശനിയാഴ്ചയാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പം വീട്ടിലേക്ക് പോകാൻ ഞാനും മോനും പുറപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. മോൻ നേരത്തെ പുറപ്പെട്ട് നിന്നു കേട്ടോ. അവന് അമ്മമ്മേൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൻ തന്നെ സാധാരണ ഗേറ്റൊന്നും അവൻ തുറക്കില്ല. ഇന്ന് അവൻ തന്നെ ഗേറ്റൊക്കെ തുറന്ന് എല്ലാം അവൻ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. കാർ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഗേറ്റൊക്കെ. അപ്പോൾ അച്ഛൻ കാർ ഇറക്കി കഴിഞ്ഞപ്പം അവൻ എന്ത് ചെയ്തു, ഗേറ്റൊക്കെ അവൻ പൂട്ടി. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ കുട്ടികളും അമ്മയും ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാനിവിടെ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കല്യാണത്തിന് ഒന്ന് കയറി ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ കല്യാണ വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ സെറ്റായി നിന്ന്. അപ്പോൾ ഞാനും എൻ്റെ ഏട്ടൻ്റെ മോളും കൂടെ ഒന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തൊരു രസമല്ലേ. അത് കഴിഞ്ഞ് കല്യാണ വീട്ടിലൊക്കെ പോയി വന്ന് തുടങ്ങി. അമ്മമ്മേൻ്റെ വീട്ടിൻ്റെ മേലെ ചപ്പുണ്ട് ആ ഷീറ്റിലൊക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ എന്തെങ്കിലും ചെയ്യണ്ടേ. നട്ടപ്പൊരു വെയിലാണ് കേട്ടോ. രണ്ടാളും കൂടെ അമ്മ ഈ ഇവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിട്ടോ. രണ്ടാളും കൂടെ വൃത്തിയാക്കിയിട്ട് ആ വാർപ്പിൻ്റെ മുകളിലേക്ക് മൊത്തം ചപ്പൊക്കെ ആക്കിട്ടോ. പിന്നെ അവരടിച്ചു വാരി കളഞ്ഞു കിട്ടോ. വൈകുന്നേരം നല്ല പൊരി വെയിലാണ്. അപ്പം അമ്മേൻ്റെ കാല് പൊള്ളുന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് ചെരുപ്പിട്ട് തരിക. അമ്മ നോക്കണം, അവർ വെയിലത്താണ് നിൽക്കുന്നത്. അവസാനം രണ്ടാളെയും കൂടെ പിടിച്ച് ഞാൻ താഴെ ഇറക്കി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവരിങ്ങനെ ഫോട്ടോ എടുത്തിട്ടൊക്കെ കളിക്കുക. എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് രസമല്ലേ, സന്തോഷമല്ലേ നമ്മളെല്ലാവരും കൂടെ ചേരുമ്പം കുട്ടിയൊക്കെ കളിക്കാനൊക്കെ. അപ്പോഴേക്ക് പിന്നെ ഉച്ചയായപ്പോൾ പിന്നെ ചോറ് കഴിക്കാനായി. ചോറ്, സാമ്പാർ, പയറുപ്പേരി, പിന്നെ മമ്പയർ കൊണ്ടൊരു തോരൻ, പിന്നെ അച്ചാറ്, മോര്, ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടെ കഴിച്ചു. ഏട്ടൻ്റെ ചെറിയ ആളാണ് കേട്ടോ. അതെല്ലാം വിളമ്പി തരാൻ ആൾ ഉഷാറാണ്. എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വിളമ്പി തരാം. നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അവൾക്ക്. അപ്പോൾ അവൾ കേൾക്കണ്ടല്ലേ, ഞാൻ വിളമ്പിക്കോളും ചിറ്റേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ മോള് വിളമ്പിക്കോന്ന്. അങ്ങനെ ഞങ്ങളല്ലാതെ പിന്നെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. മോനേട്ടനും ഉണ്ട് കേട്ടോ. മോനേട്ടനെ ഞാൻ എടുക്കാറ്റ. മോനേട്ടന് ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ്. എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിലോ ചില സമയത്ത് സമ്മതിക്കും. ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള മോനേട്ടോ. ഇവിടെ വന്നാൽ കളി തന്നെയാണ് കേട്ടോ. ഫുട്ബോളും ക്രിക്കറ്റും. പിന്നെ വൈകുന്നേരം ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കേട്ടോ. ഒരു സഹായത്തിനൊക്കെ വരുന്ന ചേച്ചിയാണ്. അപ്പോൾ അവരവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഊണ് കഴിക്കാല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരങ്ങനെ അങ്ങോട്ടേക്ക് പോവുക, ഊണ് കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ പോവുക കേട്ടോ. പിന്നെ കളിയായിരുന്നു വൈകുന്നേരം. പിന്നെ എപ്പോഴാണ് അവർ കയറിയത്, വിളക്ക് എത്തിക്കാനാകുമ്പോഴാണ് കേട്ടോ അവർ കയറിയത്. ഞാനും കൂടിയിട്ടോ. ഞാനും നല്ല കളിയായിരുന്നു. വീട്ടിലെത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂടെ കളിച്ച് തീർന്നു. അത് കഴിഞ്ഞ് മേലെ കുളി കഴിയലൊക്കെ കഴിഞ്ഞ് കുട്ടികളെ നാമം ജപിക്കുന്നതിനിടയിൽ ഇവിടെ അടി നടക്കുന്നുണ്ട്. ഒരാൾ ഉറക്ക ജപിക്കുക, മറ്റേ ആൾ അതിനെക്കാട്ടും ഉറക്ക ജപിക്കുക. അവസാനം അമ്മ പോയി ഇരുന്ന് കൊടുത്തു. പിന്നെ എല്ലാവരും കൂടെ ഒരുപോലെ നാമമൊക്കെ ചോദിച്ചു കേട്ടോ. നല്ല ഹരാണ്. അതിൻ്റെ ഇടയിൽ നല്ല ചിരിയും വർത്താനാണ്. ഞങ്ങൾ പറഞ്ഞു ഭഗവാൻ അവിടെ നിന്ന് എണീറ്റ് ഓടുന്നൊക്കെ പറഞ്ഞിട്ട് വരെ കളിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഒരുപോലെ നാമമൊക്കെ ജപിച്ച് കഴിഞ്ഞ് പിന്നെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ കുറച്ച് നേരം ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. നാമജപം കഴിഞ്ഞിട്ടാണ് അടുത്തത് ഡാൻസ് കളിക്കാൻ പോകുന്നത് കണ്ടോ. അങ്ങനെ വിൻകുട്ടൻ ഏതോ വാർമുകിൽ നിന്നുള്ള പാട്ട് പാടുന്നുണ്ട്, മോള് കളിക്കുന്നുണ്ട്, അമ്മ സപ്പോർട്ടുണ്ട്. അമ്മ അങ്ങനെയാണ് കേട്ടോ. കുട്ടികളെ കൂടെ എന്ത് കളിക്ക് വേണമെങ്കിൽ നിന്ന് കൊടുക്കും. അവരെന്ത് ചെയ്താലും ഡാൻസാണെങ്കിൽ ഡാൻസ്, അഭിനയമാണ് അഭിനയം. അമ്മയ്ക്ക് അറിയൂല എന്നുള്ളതല്ല, പക്ഷെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അവരെ ആ ഒരു പ്രായത്തിലേക്ക് അമ്മ വരും കേട്ടോ. നമുക്കൊന്നും അത് പറ്റില്ല, പക്ഷെ അമ്മയ്ക്കത് പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അമ്മേനെ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കണ്ടില്ലേ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കളിയും ഡാൻസും ഒക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഞാനപ്പം എന്ത് ചെയ്തു, രാത്രിക്കുള്ള ഭക്ഷണം കപ്പക്കറിയും ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ചൂടോടെ ഉണ്ടാക്കുന്നതിനെ കഴിച്ചു. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.